അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അംറു ബിൽ മഅറൂഫ് അന്നഹ്യു അനിൽ മുൻകർ അതിൻ്റെ ആമുഖ വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ അടുത്ത ഫസലിലേക്ക് കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്കും നിയമങ്ങളിലേക്കുമൊക്കെയാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് ആര് നടത്തണം, ആരോട് നടത്തണം, ഏത് വിഷയത്തിലാണ് ഇത് നടത്തേണ്ടത്, എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടാണ് നമുക്കിനി പറയാനുള്ളത്. ഫസ്ലുൻ യഅലം അന്നൽ അംറു ബിൽ മഅറൂഫി ലഹു അർക്കാനുൻ അർബഅ. 4 റുക്നുകളുണ്ട് അംറു ബിൽ മഅറൂഫിന്. 4 റുക്നുകൾ പൂർണ്ണമാകുമ്പോഴേ അത് നന്മ കൊണ്ട് കൽപ്പിക്കലാവുകയുള്ളൂ. ഈ 4 റുക്നുകൾ എന്ന് പറഞ്ഞാൽ അൽ മുഹ്തസിബു വൽ മുഹ്തസബു അലൈഹി വൽ മുഹ്തസബു ഫീഹി വ നഫ്സുൽ ഇഹ്തിസാബ്. ഈ 4 ഇവിടെ അൽ മുഹ്തസിബു, ഒന്ന് നന്മ കൽപ്പിക്കുന്ന ആൾ. ഇവിടെ ഉപയോഗിച്ച പദം മുഹ്തസിബ് എന്നാണ് ഉപയോഗിച്ചത്. എന്നാൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആൾ എന്നാണ് മുഹ്തസിബിൻ്റെ അർത്ഥം. ദുന്യവിയായിട്ടുള്ള പിന്നെ കൂലികളോ മറ്റോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൂലി ആഗ്രഹിക്കുന്നതിനാണ് ഇഹ്തിസാബ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അതിന് 50,000 വാട്സുള്ള മൈക്ക് സെറ്റൊന്നും വേണ്ട. അത് മനസ്സിലാക്കണം. ഇത് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് ഈ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ പറഞ്ഞത്. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അയാളെ നേരിട്ട് ഉണർത്തുക, നന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കാണുമ്പോൾ അതിന് പ്രേരകമായ എന്തെങ്കിലുമൊക്കെ അയാളോട് പറയുക. ഇതൊക്കെയാണ് ഈ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകറും. അത് ആരും അറിയേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ആളും കേൾക്കുന്ന ആളും മാത്രം അറിഞ്ഞാൽ മതി. അല്ല, നമുക്കിപ്പോൾ അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദം ഘടിപ്പിക്കുക, വലിയ പോസ്റ്ററുകളൊക്കെ അടിക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുക, അനൗൺസ്മെൻറ്റ് നടത്തുക, ഇങ്ങോട്ട് വലിയ സ്റ്റേജ് കെട്ടുക, ലക്ഷക്കണക്കിന് റുപ്യേൻ്റെ ചിലവുള്ളതാണ്. അങ്ങനെ ചിലവുള്ളതൊന്നുമല്ല അംറു ബിൽ മഅറൂഫ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇഹ്തിസാബാണ് പ്രധാനം. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അള്ളാൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാര്യം നടത്തുക. അതിനാണ് മുഹ്തസിബ് എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്ന പദം പോലും. അപ്പം അതുകൊണ്ടാണ് ആ ലഫ്ളോട് ഉപയോഗിക്കാൻ കാരണം എന്ന് മനസ്സിലാക്കുക. അപ്പം നന്മ കൽപ്പിക്കുന്ന ഒരാൾ വേണം. പിന്നെ മുഹ്തസബ് അലൈഹി, ആരോടാണോ കൽപ്പിക്കുന്നത് അയാൾ വേണം. മുഹ്തസബ് ഫീഹി, ഏത് വിഷയത്തിലാണോ കൽപ്പിക്കുന്നത് അത് വേണം. പിന്നെ നഫ്സുൽ ഇഹ്തിസാബ്, ആ കൽപ്പിക്കുക എന്നുള്ള പ്രവർത്തനം. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് അംറു ബിൽ മഅറൂഫ് ആകുക. അപ്പോൾ കൽപ്പിക്കുന്ന ഒരാൾ ആരോട് കൽപ്പിക്കുന്നുവോ അയാൾ, ഏത് വിഷയത്തിലാണ് കൽപ്പിക്കുന്നത് അത്, പിന്നെ ആ കൽപ്പിക്കൽ ഒക്കെ. ഈ 4 കാര്യങ്ങൾ, ഈ 4 കാര്യവും നമുക്ക് അല്പം വിശദമായിട്ട് പറയേണ്ടിഞ്ഞ ഇവിടെ. അതിൽ ആരായിരിക്കണം കൽപ്പിക്കുന്നവൻ? അമ്മൽ മുഹ്തസിബു, കൽപ്പിക്കുന്നവൻ ആരായിരിക്കണം? നമ്മൾ മനസ്സിലാക്കിയത് ഒരു അംറു ബിൽ മഅറൂഫിനൊക്കെ നമ്മളിപ്പോൾ കുറേ കാലം ഓതിപ്പടിച്ച് പിന്നെ ഒരു തഹ്സീലൊക്കെ ആയി, വല്ല ഫൈസിയോ ദാരിമ്യോ അങ്ങനെ വല്ല പേരൊക്കെ കിട്ടി, അയാൾ വല്ല തലകെട്ടൊക്കെ കെട്ടി നടക്കുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെ ആളാവുമ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചോളി. ആരായിരിക്കണം മുഹ്തസിബ്? കൽപ്പിക്കുന്നവൻ ആരായിരിക്കണം? ഫശർത്തുഹു അൻ യകൂന മുസ്ലിമൻ മുക്കല്ലഫൻ, അതാ വേണ്ടി. മുക്കല്ലഫായ മുസ്ലിം ആവണം. കഴിഞ്ഞു. മുസ്ലിമും മുക്കല്ലഫായ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അംറു ബിൽ മഅറൂഫ്. അയാളൊരു മുസ്ലിമാണ്, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുമാണ്. അവന് അത് മതി അംറു ബിൽ മഅറൂഫിന്. അപ്പോൾ ഫയദ്ഖുലു ഫീഹി, ഇതിൽ പ്രവേശിക്കും ആഹദുർ റഅയ, ഭരണീയരിലെ ഓരോ വ്യക്തികളും. അല്ലാതെ വലിയ അധികാരമുള്ള ആളൊന്നും ആവണ്ട. വലാ യുശ്തറത്തു ഫീഹി തൗലിയത്തു ബില്ലിദിനി, സമ്മതം കൊണ്ടുള്ള തൗലിയത്തൊന്നും ഇവിടെ വേണ്ട, അധികാരമേൽപ്പിക്കൽ വേണ്ട. നിങ്ങളെ നമ്മൾ അംറു ബിൽ മഅറൂഫായി നിശ്ചയിച്ചിരിക്കുന്നു എന്നൊരാൾ ഭരണകൂടം നിശ്ചയിക്കണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഓരോ വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം മുസ്ലിം ആവുക, മുക്കല്ലഫാവുക എന്നുള്ളത് മാത്രമാണ് അംറു ബിൽ മഅറൂഫിൻ്റെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കുക. വേറൊന്നും വേണ്ട. അഷർത്തു സാനി, ഓൻ്റെ കാര്യത്തിൽ 2ാമത്തെ ഷർത്ത്, ഓൻ മുസ്ലിമാവുക മുക്കല്ലഫാകുക എന്നുള്ള ഒരു ഷർത്ത് വേണം. ഓൻ്റെ ഷർത്ത് എന്താണ്? മുസ്ലിമാവുക മുക്കല്ലഫാകുക എന്നുള്ളതാണ്. പിന്നെ അവിടെ 2ാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഇസ്ലാം എന്നുള്ളത് ഒന്ന് തക്ലീഫ് എന്ന് വെച്ചിട്ടായിരിക്കും പറയണത്.
ഏതിലോട്ടെ. ഇത് ഇസ്ലാമുമാണെന്ന് പറയാനുള്ള കാരണം ലിഅന്നഹു നുസ്റത്തുൽ ഇസ്ലാം, ഇത് ഇസ്ലാമിനെ സഹായിക്കലാണല്ലോ. അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാമിനുള്ള സഹായമാണ്, അല്ലാതെ ഒരു വ്യക്തിക്കുള്ള സഹായമല്ല. ശരിക്ക് നമ്മുടെ ഒരാളോട് നന്മ കൽപ്പിക്കുമ്പോൾ ശരിക്കും നാം സഹായിക്കുന്നത് ഇസ്ലാമിനെയാണ്, അള്ളാഹുവിനെയാണ്. അപ്പോൾ ഇസ്ലാമിനെ സഹായിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കണം, അതുകൊണ്ടാണ് ഇസ്ലാമാണ്. പിന്നെ ഈ വഖ്തലഫു ഫീ ഷർത്തിൽ അദാലത്തി, ഇയാൾ ആദിലാവണോ? നിങ്ങൾ ചിന്തിക്കണം ഈ കാര്യം. ആദിലാവുക എന്ന് പറഞ്ഞാൽ ശറയിൽ ഒരാൾ ആദിലാവുക, നീതിമാനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൻദോഷം ചെയ്യാതിരിക്കുകയോ ചെറുദോഷം സ്ഥിരമായി ചെയ്യാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. വൻദോഷം ചെയ്യാതിരിക്കണം, ചെറുദോഷം സ്ഥിരമായി ചെയ്യാതിരിക്കണം, അങ്ങനത്തെ ഒരാൾക്കാണ് ആദിൽ എന്ന് പറയാം. അപ്പോൾ നന്മ കൽപ്പിക്കാൻ ഒരാൾ ആദിലാവണോ വേണ്ടേ? ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ വർത്താനം ഉണ്ടാവും, ഓനാരാവ് പറയാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ. ഇപ്പം കള്ള് കുടിക്കരുത് എന്ന് പറയുന്നയാൾ കള്ള് കുടിക്കാത്തവനാവണോ? ദിക്ർ ചൊല്ലണം എന്ന് കൽപ്പിക്കാൻ ദിക്ർ ചൊല്ലുന്ന ആൾ തന്നെ ആയിരിക്കണോ? ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം ദിക്ർ ചെല്ലാത്ത ഒരാൾ ഓൻ ദിക്ർ ചൊല്ലണം എന്ന് കൽപ്പിക്കാൻ പറ്റുമല്ലേ? ഇങ്ങനെ ഏതേത് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നന്മ കൊണ്ട് കൽപ്പിക്കുന്നയാൾ ആ കാര്യം ചെയ്യുന്നയാളാവണോ വേണ്ടേ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. അതാണ് വഖ്തലഫു ഫീ ഷർത്തിൽ അദാലത്തി, അദാലത്ത് വേണോ എന്ന കാര്യത്തിൽ ഇഖ്തിലാഫുണ്ട്. ഫദ്ഹബ ബഅ്ദുഹും, ചില ഉലമാക്കൾ പറയണത് ഇലഷ്തിറാത്തിയ ഷർത്താണ് എന്നാണ്, ആദിലാകുമ്പോഴേ കൽപ്പിക്കാൻ അർഹതയുള്ളൂ. അപ്പം ഒരു കാര്യം ചെയ്യാത്ത ആൾ, ഒരു കാര്യം ജീവിതത്തിൽ പകർത്താത്ത ആൾ ആ കാര്യം ചെയ്യണമെന്ന് കൽപ്പിക്കരുത് എന്നർത്ഥം. ഇത് ബഅദിൻ്റെ അഭിപ്രായം കേട്ടോ, ബഅദുൽ ഉലമാൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം പറയാൻ പോവാണ്. ഇത് പറയാനുള്ള ന്യായം ലി ഖൗലിഹി തആല ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യം പറയുന്നത്? അതുപോലെ അള്ളാഹു പറഞ്ഞു അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങൾ സ്വന്തം ശരീരങ്ങളെ മറന്നു പോവുകയുമാണോ? മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ നല്ലത് പറയാം, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഓർമ്മല്ലേ എന്ന് അള്ളാഹു ചോദിക്കും. ഇതൊക്കെ ആക്ഷേപത്തിൻ്റെ ചോദ്യങ്ങളാണല്ലോ. ഇത്തരം ആക്ഷേപങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. ആരോട്? നന്മ സ്വയം ശിരസാവഹിക്കാതെ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതിൽ. അപ്പം മറ്റുള്ളവരുടെ നന്മ കൽപ്പിക്കണമെങ്കിൽ നന്മ സ്വയം സ്വീകരിച്ചവനായിരിക്കണം, ആ നന്മ ജീവിതത്തിൽ പകർത്തിയവനായിരിക്കണം. അല്ലാത്തവൻ ആദിലല്ല, ഫാസിഖാണ്, അവൻ നന്മ കൽപ്പിക്കാൻ പാടില്ല. ഇതാണൊരു വീക്ഷണം. വഖദ് വറദ ഫീഹി അഖ്ബാറുൻ കസീറ, കുറേ ഹദീസുകളും ആ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ വമിൻഹും മൻ ദഹബ ഇലാ അന്നഹു ലാ യശ്തറത്തു ഫീഹിൽ അദാലത്തു, അദാലത്ത് ഷർത്തില്ല എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. വഹുവൽ ഹഖ്, അതാണ് സത്യം, അതാണ് യഥാർത്ഥം. മറ്റൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കുന്നു. യഥാർത്ഥത്തിൽ നന്മ കൽപ്പിക്കാൻ അദാലത്ത് ഷർത്തില്ല. ഒരു കാര്യം ചെയ്യുന്ന ആളായിരിക്കണം, അപ്പോളേ ഓനത് കൽപ്പിക്കാൻ പാടുള്ളൂ, അല്ലാത്തവൻ കൽപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമമല്ല. അതിൻ്റെ കാരണം നമ്മൾ ഓർക്കണം. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ ഇസ്മത്ത്, പാപ സുരക്ഷിതത്വം എന്ന സംഗതി അമ്പിയാക്കന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ. അമ്പിയാക്കന്മാരല്ലാത്ത ഏത് മനുഷ്യന്മാരുടെ അടുത്തും തെറ്റുണ്ടാവും, മനസ്സിലാക്കണ്ടോ? അപ്പം തെറ്റ് ചെയ്യാത്ത ആളായിരിക്കണം നന്മ കൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരാ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ലോകത്തുണ്ടാവുക? നമ്മൾ കഴിഞ്ഞ സുഹബത്തിൻ്റെ പാഠത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ലോകത്താരും തെറ്റ് ചെയ്യാത്തവരില്ല, എല്ലാവരും തെറ്റ് ചെയ്യണവരാണ്. അപ്പോൾ തെറ്റ് ചെയ്യാത്ത വിശുദ്ധനായ ആളായിരിക്കണം ഒരു നന്മ കൽപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ പിന്നെ ലോകത്ത് ഈ സംഗതി നടക്കാതെ പോകും. യഥാർത്ഥത്തിൽ അംറു ബിൽ മഅറൂഫ് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അമ്പിയാവിൻ്റെ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പിയാക്കൾക്ക് ആ യോഗ്യത ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതില്ലാത്തത് കൊണ്ട് വേറൊരാൾക്ക് കൽപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു സംഗതി ലോകത്ത് പിന്നെ നടക്കാതെ പോകും. അത് വലിയൊരു പ്രശ്നമല്ലേ? കാരണം ഇസ്മത്ത് അമ്പിയാക്കൾക്ക് മാത്രമുള്ളതാണ്, ഉമ്മത്തിലെ ഓരോ വ്യക്തികൾക്കും ഇസ്മത്തില്ല. അതാണ് ഏറ്റവും വലിയ ന്യായം. കാരണം ലിഅന്നഹു കാരണം ഇജ്മാഅാണ്, ഏകകണ്ഠമായ അഭിപ്രായമാണ്. ലാ തുശ്തറത്തുൽ ഇസ്മത്ത് ഷർത്തില്ല എന്നുള്ളത്. അപ്പോൾ പാപ സുരക്ഷിതത്വം എന്നത് അംറു ബിൽ മഅറൂഫിൻ്റെ ഷർത്തല്ല എന്നത് എല്ലാവർക്കും ഇജ്മാ ഉള്ളതാണല്ലോ. കാരണം ഇത് ഇഖ്തിലഫന്നാസു ഫീ ഇസ്മത്തുൽ അംബിയാ, ഇസ്മത്തുൽ അംബിയാവിൻ്റെ കാര്യത്തിൽ തന്നെ ഇഖ്തിലാഫുണ്ട്. മിനസ്സവായിരി, ചെറുദോഷങ്ങളെ തൊട്ട്. അമ്പിയാക്കൾ, വൻദോഷങ്ങൾ അമ്പിയാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലാണ്ട് ശരി, ചെറുദോഷങ്ങൾ അമ്പിയാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമല്ലേ, ആ കാര്യത്തിൽ അവർക്ക് ഇസ്മത്തുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. നമ്മുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട്, അശ്അരി വിശ്വാസമനുസരിച്ചുകൊണ്ട് അവർ ചെറുദോഷങ്ങളെ തൊട്ട് പാപ സുരക്ഷിതത്തിലാണ്, അത് വേറെ കാര്യം. പക്ഷേ
അമ്പിയാക്കളുടെ കാര്യത്തിൽ പോലും ചെറുദോഷങ്ങളുടെ കാര്യത്തിൽ പാപ സുരക്ഷിതത്വമുണ്ടോ എന്ന കാര്യത്തിൽ ഇഖ്തിലാഫുണ്ട്, ഭിന്നിപ്പുണ്ട്. എന്നിരിക്കെ അമ്പിയാക്കളല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തായാലും ഇത് അപ്പോൾ ഇസ്മത്ത് ഉണ്ടാവില്ലല്ലോ. ഞാൻ അതിന് പറയണപ്പോൾ പിന്നെ ഫക്കൈഫ തുർജാലി ഗൈരിഹിം അൽ ഇസ്മ, പിന്നെ അമ്പിയാക്കളല്ലാത്തവരിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇസ്മത്തിനെ പ്രതീക്ഷിക്കും? ഇസ്മത്ത് പറഞ്ഞാൽ പാപ സുരക്ഷിതത്വമാണ് കേട്ടോ. നിങ്ങൾ അഖീദൻ്റെ ക്ലാസ്സിലും കൂടിയും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫക്കൈഫ തുർജാലി ഗൈരിഹിം അൽ ഇസ്മ, പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ഇസ്മത്തുണ്ടാവും? അപ്പോൾ അമ്പിയാക്കൾക്ക് പോലും പിന്നെ ചെറുദോഷങ്ങളെ തൊട്ട് ഇസ്മത്തുണ്ടോ എന്ന് തർക്കമുള്ളതാണ്, എന്ന് ഖിലാഫുള്ളതാണ്. എന്നിരിക്കെ അമ്പിയാക്കളല്ലാത്ത ആളുകൾക്ക് എന്തായാലും അതുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഇസ്മത്ത് ഷർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് വരില്ല, അംറു ബിൽ മഅറൂഫ് എന്ന സംഗതി തന്നെ ലോകത്തിൽ ഇല്ലാതെ വരും. സുമ്മഹദ, പിന്നെ ഇത് യുഅദ്ദിഇല തർക്കി, അത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ അത് ഒഴിവാക്കലാണ് വരിക ഇസ്മത്ത്. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ആളായിരിക്കണം കൽപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യത്തിൽ ലോകത്ത് ഈ കാര്യം നടക്കുമോ? ഇതിലായുജിദു ഹാദ ഷർത്തു, ഈ ഷർത്ത് ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ. ഫഅയ്യു ബുഅദിൻ ഫി അൻ യശ്റബ ഹുവ വയംനഅ ഗൈറഹു, എന്ത് കുഴപ്പമുള്ളത്? ഒരാൾ കള്ള് കുടിക്കുന്നു പക്ഷേ അവൻ മറ്റുള്ളവനെ തടയുന്നു, അതിനെന്താ കുഴപ്പമുള്ളത്? ഒരു കള്ളുടേനാണ്, ഓൻ കള്ളു കുടിച്ചിട്ടുണ്ട്, അവൻ വേറെത്തം കുടിച്ചാൽ ആരാ ഈ കുടിച്ചാലടാ, ഞാൻ ഏതായാലും കേടുന്ന് ഇജ്ജും കൂടി കേട് വരില്ലേ, എന്താ അപ്പം അങ്ങനെ ചിന്തിക്കണതിലുള്ള കുഴപ്പമെന്താ? അതായി പറയണേ. അപ്പോൾ ഒരു നന്മ കൽപ്പിക്കാൻ ആ നന്മ ചെയ്യുന്നയാളായിരിക്കണം, ഒരു തിന്മ വിരോധിക്കാൻ ആ തിന്മ ചെയ്യാത്ത ആളായിരിക്കണം. അങ്ങനെ ഒരു ഷർത്തില്ല, ഞാൻ മനസ്സിലാക്കണം. ആർക്കും കൽപ്പിക്കാം. പക്ഷെ വേറൊരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. ഈ ഉപകാരപ്പെടണമെങ്കിൽ നന്മ ചെയ്യുന്നയാൾ കൽപ്പിച്ചാലേ അത് ഉപകാരപ്പെടുള്ളൂ. കാരണം അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചിന്തിക്കും? ഓനാരാ പറയാൻ എന്ന് ചിന്തിക്കും. അതല്ലെങ്കിൽ നന്മ ഓൻ കൽപ്പിക്കുകയാണെങ്കിൽ ഓനത് സ്വീകരിക്കാതെ എന്നോട് പറയണത് എന്തിനാ? കാരണം അത് വലിയ നല്ല കാര്യമാണെങ്കിൽ ഓനത് ആദ്യം സ്വീകരിക്കൂലേ? അതൊക്കെ ന്യായങ്ങളാണ്, സംഗതി കൃത്യമായ ന്യായങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ കൽപ്പിച്ചാൽ അത് ഒരു പക്ഷേ ഉപകാരപ്പെടില്ല. അതാണ് ഈ ലിമ തഖൂലുന മാ ലാ തഫ്അലൂനൊക്കെ. അതിൻ്റെ ഗൗരവം പറയുന്നവർ ഉൾക്കൊള്ളണം. നമ്മൾ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ഞാനിത് പറയാൻ യോഗ്യനാണോ എന്ന് നാം സ്വയം ചിന്തിക്കണം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ യോഗ്യത ഉണ്ടാക്കാൻ നമുക്ക് ഒരു മനസാക്ഷി ഉണ്ടാവുമല്ലോ. നമുക്ക് ആ യോഗ്യത ഉണ്ടാക്കണം നമുക്ക് സ്വയം തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ ഞാൻ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണല്ലോ, എന്ത് മോശമാണ്, അപ്പം എന്നാൽ ഞാനത് ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ ചെയ്യാൻ നമ്മൾ സ്വയം ശ്രമിക്കാൻ അങ്ങനെ നമ്മൾ ചെയ്യാൻ കാരണമായി തീരുന്ന ഒന്നാണ് നന്മ കൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ അധികം വിഷയങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഖുർആൻ്റെ ആക്ഷേപമൊക്കെ അതാണ്. ശരിക്കും അതിലൊരു ധാർമ്മികമായ വശം അതിലുണ്ട്. എന്ത്, നമ്മളൊന്നും ചെയ്യാതെ വേറുള്ളവരോട് ഇങ്ങനെ പറയാം, അങ്ങനെ ഉണ്ടല്ലോ ആ ധാർമ്മിക വശത്തെയാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് പറയാൻ യോഗ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വശമുണ്ട്. എന്നിരിക്കെ പറയാണ്, ഇങ്ങനൊരു നന്മ കൽപ്പിക്കണമെങ്കിൽ ഇങ്ങനൊരു ഷർത്തുണ്ട്. അതായത് ഈ നന്മയൊക്കെ ചെയ്യുന്ന ആളാകുമ്പോഴേ കൽപ്പിക്കാവൂ, ഈ തെറ്റ് ചെയ്യാത്ത ആളാകുമ്പോഴേ അത് വിരോധിക്കാവൂ. അങ്ങനൊരു നിബന്ധന ശറഅന്റെ ഭാഗത്തുനിന്നില്ല എന്നർത്ഥം. കാരണം അങ്ങനെ നിബന്ധന വെക്കാൻ കഴിയില്ല. കാരണം തെറ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്നവരാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആൾ മാത്രമേ നന്മ കൽപ്പിക്കാവൂ തിന്മ വിരോധിക്കാവൂ എന്ന് വെച്ചാൽ പിന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ആ സംഗതി നിന്ന ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യാം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. വയക്കൂലു, അവന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കള്ളൊരാൾക്ക് കുടിച്ചുകൊണ്ടിരിക്കുക വേറൊരാളെ തടയാം. അതായത് ഓൻ എന്ത് പറയാമെന്ന് പറഞ്ഞു, അലയ്യ വദീഫത്താനി, എനിക്ക് 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇഹ്ദാഹുമാ അൽ ഇന്തിഹാഉ വസാനി അൻ നഹ്യു, ഒന്ന് ഞാൻ സ്വയം കുടിക്കാതിരിക്കണം, വേറൊന്ന് വിരോധിക്കണം. ഇത് രണ്ടും ഉത്തരവാദിത്തമാണ്. ഓൻ്റെ കാര്യം വെച്ച് നമ്മൾ പറയണം. ഒരാൾ കള്ള് കുടിക്കുന്നതാക്കി 2 ഉത്തരവാദിത്തമുണ്ട്. ഓൻ സ്വയം കുടിക്കാതിരിക്കണം, അത് അവസാനിപ്പിക്കണം, വേറൊരാളെ വിരോധിക്കണം. അതെ, അതിലിപ്പം ഫായിലുൻ ഇഹ്ദാഹുമ, ഞാൻ ഒന്ന് ചെയ്യുന്നു, റജാ അൻ ഉവഫിഖ ലിസാനിയതി ബിതർക്കിഹി, രണ്ടാമത് എനിക്ക് തൗഫീഖ് ഉണ്ടാകാൻ പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പം കള്ളുടിക്കുന്ന ഒരാൾക്ക് 2 ഉത്തരവാദിത്തമുണ്ട്. സ്വയം കള്ളുടി നിർത്തണം, വേറെ ആൾ നിരോധിക്കും വേണം. ഓൻ നിരോധിക്കുക എന്നുള്ള സംഗതി ഓൻ ചെയ്യുന്നു, മറ്റവൻ ചെയ്യണില്ല. 2 ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒന്ന് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നില്ല. മറ്റവൻ കൂടി ചെയ്താലേ ഇതും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? 2 ബാധ്യതയുള്ളയാൾ ഒരു ബാധ്യത നിർവഹിക്കുന്നു. ആ ബാധ്യത നിർവഹിക്കുക വഴി മറ്റേ ബാധ്യത കൂടി നിർവഹിക്കാൻ സാധ്യതയുണ്ടായാലോ എന്ന പ്രതീക്ഷയിൽ അത് റജാ അൻ വഫഖ ലിസാനിയതി ബിതർക്കിഹി. ഇതാണ് ഹടൽ വിഷയം. പക്ഷേ യുംനബുൽ കാഫിറുന്, കാഫിറിന് ഇതിനത്തോട്ട് തടയപ്പെടും. കാഫിർ എന്ത് ചെയ്യണ്ട, നന്മ കൊണ്ട് കൽപ്പിക്കണ്ട, അത് മുസ്ലിമിനാണ് ആ ബാധ്യത. എന്തുകൊണ്ടില്ല? അന്നഫി തസല്ലുത്തൻ അൽ മുസ്ലിമീൻ,
അവിടെ മുസ്ലിമീങ്ങളെ അവൻ അധികാരം വരാനുള്ള സംഗതി വരും. വലൻ യജഅലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. കാഫിരീങ്ങൾക്ക് അല്ലാഹു മുസ്ലിമീങ്ങളെ മേൽ അധികാരവും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാഫിർ മുസ്ലിമിൻ്റെ മേൽ അധികാരം നടത്തുന്നു എന്ന പ്രശ്നം വരുന്നത് കൊണ്ടാണ് മുസ്ലിം ആയിരിക്കണം എന്ന ഷർത്ത് ഇതിന് പറയാനുള്ള കാരണം. അതാണ് കാഫിർ അംറുൽ മഅറൂഫിൻ്റെ ആളല്ല, മുസ്ലിം തന്നെ നടത്തണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അത്രയേ ഉള്ളൂ. അപ്പം മുസ്ലിം ആവുക, മുക്കല്ലഫാവുക എന്നുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡം. അദാലത്തുള്ളവനാവുക, നന്മ ചെയ്യുന്നവനാവുക, നന്മ ശിരസാവഹിച്ചവനാവുക എന്നതല്ല. അത് ഷർത്തല്ല എന്നത്തെ പ്രത്യേക വിഷയം മനസ്സിലാക്കണം കേട്ടോ. അത് നിബന്ധനയല്ല. അതായത് അംറുൽ മഅറൂഫ് ചെയ്യുമ്പോൾ നന്മ ചെയ്യാത്ത ഒരാൾ നന്മ കൽപ്പിക്കുമ്പോൾ അവൻ കുറ്റക്കാരനാവുക എന്നുള്ള സംഗതി ഇല്ല. അതൊരു തെറ്റല്ല, അത് ഷർത്തല്ല. പക്ഷേ ധാർമ്മികമായിട്ടൊരു സംഗതി അവിടെ ഉണ്ട്. ചെയ്യാത്ത കാര്യം പറയാമെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യും, വിചാരാതെ പറയാനാണ്. അതിനുള്ള ഇട ഉണ്ടാക്കാതൊക്കെ അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇതാണ് ആ കാര്യത്തിൽ ചെയ്യാനുള്ള വിഷയം. ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.